സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പൺ സെറ്റ്സ് ആൻഡ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ മെട്രിക് സ്പേസസ്. നമ്മൾ റിയൽ അനാലിസിസിൽ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ എന്താണ് ഓപ്പൺ സെറ്റ് എന്നും എന്താണ് ക്ലോസ്ഡ് സെറ്റ് എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെട്രിക് സ്പേസിലുള്ള ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ പഠിച്ച പല പ്രൂഫുകൾ പല തിയറങ്ങളും നമ്മൾ ഇവിടെ മെട്രിക് സ്പേസിന്റെ കേസിലും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പൺ സെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഓപ്പൺ ബോൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് ലെറ്റ് എക്സ് ബി എ മെട്രിക് സ്പേസ് എ മെമ്പർ ഓഫ് എക്സ് ആൻഡ് ആർ എ പോസിറ്റീവ് നമ്പർ എ മെമ്പർ ഓഫ് എക്സ് എന്നാണ് കേട്ടോ. അതായത് എ എന്ന് പറയുന്നത് എക്സിലെ ഒരു എലമെന്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ദ ഓപ്പൺ ബോൾ ബി ഡി ഓഫ് എ ആർ, ബി ഡി ഓഫ് കണ്ടോ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ശ്രദ്ധിക്കുക, ബി ഡി ഓഫ് എ ആർ വിത്ത് സെന്റർ എ ആൻഡ് റേഡിയസ് ആർ ഈസ് ദി സെറ്റ് ബി ഡി ഓഫ് എ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എ എക്സ് ലെസ് ദാൻ ആർ. അതായത് ഏതൊരു എ എടുത്താലും ആ എനെ സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന ആലോചിക്കുക. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ മാത്രമാണ് സർക്കിൾ വരുന്നത്. എക്സാമ്പിൾ വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും സർക്കിൾ ആണ് നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു സർക്കിൾ വരച്ചു. സെന്റർ എ ആണ്, റേഡിയസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ബോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു സെറ്റ് ഓഫ് ഓൾ എക്സ് ആണ് ഡി ഓഫ് എ എക്സ് ലെസ് ദാൻ ആർ വരുന്നത്. അപ്പൊ സർക്കിളിന്റെ കേസിൽ ഈ ബൗണ്ടറി പോയിന്റ് ഒഴിച്ച് ഈ റേഡിയസ് ആർ ആണെങ്കിൽ ആറ് വരത്തില്ല, ആറിന് അത്രയും ഡിസ്റ്റൻസ് വരുന്ന ഈ ബൗണ്ടറി വരത്തില്ല. ആ ഡിസ്റ്റൻസിന് അകത്ത് കിടക്കുന്ന എല്ലാ പോയിന്റ്സും വരുന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പൺ ബോൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ കറസ്പോണ്ടിങ് ക്ലോസ്ഡ് ബോൾ ഉണ്ട്. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ എന്ത് വരും, ലെസ് ദാന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് ക്ലോസ്ഡ് ബോൾ എന്താണെന്നും ഓപ്പൺ ബോൾ എന്താണെന്നും ക്ലിയർ ആണല്ലോ. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ബോൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ എനെ ഒരു സെന്റർ ആക്കി ആർ റേഡിയസ് ഉള്ള സർക്കിൾ ആണ് മനസ്സിൽ വരേണ്ടത്. പക്ഷെ അത് എപ്പോഴും എവിടെ മാത്രമേ പോസിബിൾ ഉള്ളൂ, R2 വിത്ത് യൂഷ്വൽ മെട്രിക് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഈ ഒരു സാധനം ഉപയോഗിക്കുക, പക്ഷെ അത് മാത്രമല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ആൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്ഫിയർ. ഈ സ്ഫിയർ എന്ന് പറഞ്ഞാലും ബോൾ എന്ന് പറഞ്ഞാലും സെയിം കൺസെപ്റ്റ് ആണ്. വിത്ത് സെന്റർ 2,3 ആൻഡ് റേഡിയസ് 1 ഫോർ ദ ഫോളോയിങ് മെട്രിക്സ്. അപ്പൊ നമുക്കറിയാം 2,3 എന്ന് പറയുന്നത് R2 ആണല്ലേ. R2ലെ 2,3 എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ച് ഓരോ മെട്രിക്സ് നോക്കാൻ പോവാണ്. എന്താണ് യൂക്ലിഡിയൻ മെട്രിക്സ് എന്ന് പറഞ്ഞാല്, യൂക്ലിഡിയൻ മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാല്, മെട്രിക്സ് അല്ല, യൂക്ലിഡിയൻ മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ യൂഷ്വൽ മെട്രിക് ആണ്. ആരാണ്, ഡി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n സ്ക്വയർ, അല്ലെങ്കിൽ വേണ്ട സ്ക്വയർ റൂട്ട് ഓഫ് x1 minus x2 the whole square plus y1 minus y2 the whole square എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടില്ലേ. ആ പ്രോപ്പർ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മളുടെ എന്ത്, യൂക്ലിഡിയൻ മെട്രിക് സ്പേസിലെ മെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നോക്കിയേ, നമ്മളുടെ ബി ഡി ഓഫ് 2, 3, 1. എന്തിനാ ഞാൻ 2, 3 എഴുതിയേ, എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ 2, 3 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. സോ ബി ഡി ഓഫ് എ കോമ ആർ എന്ന് എഴുതുന്നതിന് പകരം സെന്റർ ആയ 2,3, ആറിന് പകരം 1 ഈസ് ഈക്വൽ ടു എന്താ ഡെഫിനിഷൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് R2ലെ ഒരു പോയിന്റ് അല്ലേ. അപ്പൊ കോർഡിനേറ്റ് വെച്ചിട്ടല്ലേ എഴുതേണ്ടത്, സെറ്റ് ഓഫ് ഓൾ എ കോമ ബി സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് എ എക്സ് എന്നാണ് നമ്മൾ എഴുതി പഠിച്ചത് അല്ലെ. അപ്പൊ ഇവിടുത്തെ എ എന്ന് പറയുന്നത് 2,3 ആണ്. അപ്പൊ 2,3, എക്സ് എന്ന് പറയുന്നത് എ ബി ആണ്. സോ ഡി ഓഫ് 2,3 എ ബി ലെസ് ദാൻ 1. ഇതല്ലേ നമ്മുടെ ഡെഫിനിഷൻ. എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എ എക്സ് ലെസ് ദാൻ ആർ. ഇവിടെ എക്സിന് പകരം എ ബി, എക്ക് പകരം 2, 3, എക്സിന് പകരം എ ബി ലെസ് ദാൻ ആറിന് പകരം 1. സോ സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ഒരു കോർഡിനേറ്റ് പ്ലെയിനിലെ ഡിസ്റ്റൻസ് ഫോർമുല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് a-2 the whole square plus b-3 the whole square. ഇത് ബി ആണ്, b-3 the whole square. കറക്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രോപ്പർ സർക്കിൾ കിട്ടും. നമ്മളുടെ സാധാരണ മെട്രിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബൗണ്ടറി പോയിന്റ് ഇല്ലാത്ത 2,3 സെന്റർ ആയിക്കൊണ്ട്, ഈ പടം തെറ്റാണ്, നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്, ഇതാണ് 2,3 എങ്കിൽ 2,3 സെന്റർ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു സർക്കിൾ കിട്ടും. ഇങ്ങനെ വരയ്ക്കുന്നതാണ് കറക്റ്റ് കേട്ടോ. ഇവിടെ 2,3 ആണ്, ഒറിജിനൽ അല്ല. ഓക്കെ, ആ രീതിയിൽ നമുക്കൊരു സർക്കിൾ കിട്ടും. ക്ലിയർ അല്ലേ. ഇനി ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ കിട്ടും. ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിൾ കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഇപ്പൊ ടാക്സി ക്യാബ് വരയ്ക്കുവാണെങ്കിൽ ബി ഡി ഓഫ് 2, 3, 1 അല്ലെ. അവിടുത്തെ ടാക്സി ക്യാബിന്റെ ഫോർമുല ഓർമ്മയുണ്ടോ, മോഡ് x1 മൈനസ് x2 പ്ലസ് മോഡുലസ് y1 മൈനസ് y2 അല്ലെ. സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ്
എന്താണ് നമ്മൾ പഠിച്ചത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n x mod xi മൈനസ് വൈ ഐ. ആ ഫോമിലാണ് പഠിച്ചത് അല്ലെ. കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സിനെ കുറയ്ക്കുക, മോഡുലസ് എടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് വരുന്നത് 2,3 ആണ്. 2,3 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് നേരത്തെ എഴുതിയ പോലെ ആണെങ്കിൽ 2,3, a, b. ഇവിടെ നമ്മൾ a, bക്ക് പകരം x, y ആണ് എടുത്തത്. അപ്പൊ എനിവേ നമുക്ക് എന്ത് വരും? മോഡ് x മൈനസ് 2 പ്ലസ് മോഡ് y മൈനസ് 3. എയും ബിയും ആയിരുന്നെങ്കിൽ മോഡ് a മൈനസ് 2 പ്ലസ് മോഡ് a മൈനസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് x മൈനസ് 2 പ്ലസ് y ബൈ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതാണ് ക്ലോസ്ഡ്, ഇതാണ് ഓപ്പൺ അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? മോഡ് x മൈനസ് 2 പ്ലസ് മോഡ് y മൈനസ് 3 ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പും ടാക്സി ക്യാബിന്റെ ഇതുപോലത്തെ ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2,3 നിങ്ങൾ വരയ്ക്കുക. അവിടെ നിന്ന് 1 ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, 1 ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, 1 ഡിസ്റ്റൻസിൽ മുകളിൽ, 1 ഡിസ്റ്റൻസിൽ താഴെ, ഈ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടുന്നത്. സോ അതൊരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും ടാക്സി ക്യാബിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇനി അത് തന്നെ ഓപ്പൺ ആയിട്ട് വരച്ചാൽ ഡോട്ട് വരയ്ക്കണം, ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ലൈൻ വരയ്ക്കണം. നെക്സ്റ്റ് മാക്സ് മെട്രിക് ആകുമ്പോൾ അതൊരു സ്ക്വയർ ആയിരിക്കും. മാക്സിമം ഓഫ് മോഡുലസ് x മൈനസ് 2 y മൈനസ് 2 ലെസ് ദാൻ 1 ആകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ഫോമിലായിരിക്കും വരുന്നത്. നിങ്ങൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ആ പടം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ലാസ്റ്റ് ഡിസ്ക്രീറ്റ് മെട്രിക് ആകുമ്പോൾ എന്താ വരുന്നത്? ഡിസ്ക്രീറ്റ് മെട്രിക്കിൽ നോക്കിയ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a, x ലെസ് ദാൻ 1 ആണെങ്കിൽ ആ ഒരു പോയിന്റ് a മാത്രമായിരിക്കും. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോ. ഡിസ്ക്രീറ്റ് മെട്രിക്കിൽ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും നോക്കിയേ, ഇതില് a, r ആണ് വരുന്നതെങ്കിൽ, സോറി r എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ബി ഡി ഓഫ് a, 1, ഞാൻ ഒന്നുകൂടി എഴുതാം. ബി ഡി ഓഫ് a, 1 ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് d ഓഫ് ax ലെസ് ദാൻ 1 എന്നാണ്. ആരായിരുന്നു ഡിസ്ക്രീറ്റ് മെട്രിക്? d ഓഫ് xy ഈക്വൽ ടു 0 if x ഈക്വൽ ടു y, 1 if x നോട്ട് ഈക്വൽ ടു y അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ലെസ് ദാൻ 1 വരണമെങ്കിൽ അതിന് ഒരു പോയിന്റ് മാത്രമേ കാണൂ, സെറ്റ് a മാത്രമായിരിക്കും. എയിലോട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് 1നേക്കാൾ ചെറുത് വരുന്നത്. പക്ഷെ ഈക്വൽ ടു 1 വന്നാലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരുന്നെങ്കിലോ എല്ലാ എലമെന്റ്സും ഇതിനകത്ത് വരും. കാരണം എല്ലാ എലമെന്റ്സിന്റെയും ഡിസ്റ്റൻസ് മാക്സിമം 1 ആണ്. അപ്പൊ അവിടെ ഈ കംപ്ലീറ്റ് സ്പേസ് മൊത്തം വരും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പൊ ഇനി എന്താണ് ഓപ്പൺ സെറ്റ്? നമ്മൾ എടുക്കുന്ന ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആണ്. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഒരു സെറ്റ് O എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസിലെ സബ്സെറ്റ് ആയ O എന്ന് പറയുന്ന ആള് ഒരു ഓപ്പൺ സെറ്റ് ആകണമെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു ആ ഒരു മെട്രിക് അത് ഓപ്പൺ സെറ്റ് ആകണമെങ്കിൽ അതൊരു യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിരിക്കണം. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആണ്. അതുകൂടി ഇവിടെ എഴുതി വെച്ചേക്കണേ. നോക്കിയേ, എ സെറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ്. എ സെറ്റ് ഈസ് കോൾഡ് ഇവിടെ ഉണ്ട്. എ സെറ്റ് എഫ് ഈസ് ക്ലോസ്ഡ് ഇഫ് എഫ് കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് O എന്ന് പറയുന്നത് ഓപ്പൺ ആകണമെങ്കിൽ അത് യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിരിക്കണം. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഇനി നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന സാധനത്തിനെ ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ഡി ഈസ് കോൾഡ് ടോപ്പോളജി ഫോർ എക്സ് ജനറേറ്റഡ് ബൈ ഡി. ഇത് നമ്മൾക്ക് അടുത്ത ടോപ്പോളജി എന്താണെന്ന് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടോപ്പോളജിക്കൽ സ്പേസ് ഒക്കെ പറയുമ്പോൾ പറയാം. ഇതിപ്പോ ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു തിയറം നോക്കാം. ഇനി പറയാൻ പോകുന്ന പല തിയറങ്ങളും നമ്മൾ റിയലിൽ പഠിക്കുന്ന പോലത്തെ തിയറങ്ങളാണ്. പക്ഷെ ഇവിടെ മെട്രിക് സ്പേസിൽ നമുക്ക് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ, 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 3 സ്റ്റേറ്റ്മെന്റും ഇക്വലന്റ് ആണെന്നാണ് തിയറം പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് O ഒരു ഓപ്പൺ സെറ്റ് ആണ്. രണ്ടാമത്തത് ഫോർ ഈച്ച് x belongs to O there is an open ball B of x epsilon x for some positive radius epsilon x which is contained in O. ഏതൊരു x belongs to O എടുത്താലും ആ Oക്ക്, ആ ഒരു x belongs to Oക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പൺ ബോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ റേഡിയസ് എപ്സിലോൺ എക്സ് ആകുന്ന രീതിയിൽ ഒരു കൊച്ചു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഈ ഓപ്പൺ ബോൾ എവിടെ കാണണം? ആ ഓപ്പൺ സെറ്റിനകത്ത് കാണണം. ഓക്കെ, നെക്സ്റ്റ് O നോട്ട് ഈക്വൽ ടു എക്സ് ആണെങ്കിലുള്ള അടുത്ത മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫോർ ഈച്ച് x belongs to O d of x, x minus O ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എക്സും x മൈനസ് O അല്ലെങ്കിൽ O കോംപ്ലിമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഈ ഒരു ബൗണ്ടറി പോയിന്റ് ഒഴിച്ചിട്ടുള്ള ആളാണ് ഓപ്പൺ സെറ്റ് അല്ലെ. അപ്പൊ അതിനകത്ത് ഞാൻ ഏതൊരു എക്സ് എടുത്താലും ആ എക്സും എക്സ് കോംപ്ലിമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ഈ പോയിന്റും ഈ സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. എനിവേ നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ നമുക്കറിയാം ഈ 3 സെറ്റ് ഉണ്ടെങ്കിൽ ഇക്വലന്റ് സെറ്റുകൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ അറിയാം. A implies B കാണിക്കണം, B implies C കാണിക്കണം, C implies A കാണിക്കണം. അതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. വേറെ മെത്തേഡിൽ നമ്മൾ ചെയ്യാറുണ്ട്.
അല്ലെ? അപ്പൊ എ ഇംപ്ലൈസ് ബി കാണിക്കുക എന്ന് പറഞ്ഞാല് ഓ ഓപ്പൺ സെറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എന്താണ് കാണിക്കേണ്ടത്? ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഓ ദർ ഈസ് ആൻ ഓപ്പൺ ബോൾ പി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് ഫോർ സം പോസിറ്റീവ് റേഡിയസ് എപ്സിലോൺ എക്സ് എന്ന് കാണിക്കണം അല്ലെ? അപ്പൊ ഞാൻ എടുത്തു ഓ ഒരു ഓപ്പൺ സെറ്റ് ആണ്. ഇനി ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഓ ഈസ് ദി യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ്. ക്ലിയർ ആയിരിക്കും? നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിരിക്കും. ഇനി ഞാൻ എടുത്തു ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഓ. ഈ എക്സ് എന്ന് പറയുന്നത് ഓയിലുള്ള ഒരു പോയിന്റ് ആണെന്ന് എടുത്തു. എനിക്ക് കാണിക്കേണ്ടത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ബോൾ ഉണ്ടായിരിക്കും അല്ലെ? ബി ഡി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ബോൾ ഉണ്ടായിരിക്കും. അത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുകയും വേണം, അത് ഓയ്ക്കകത്ത് ഉണ്ടായിരിക്കുകയും വേണം അല്ലെ? അപ്പോ ഈ ഒ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഓപ്പൺ ബോളുകൾ ആയതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഓപ്പൺ ബോളുകൾക്ക് B1 B2 എന്ന് പേരിടുവാണെങ്കിൽ B1 യൂണിയൻ B2 യൂണിയൻ എക്സെട്ര സംതിങ് BN ഈസ് ഈക്വൽ ടു ഒ എന്ന് ഞാൻ വെറുതെ ആലോചിച്ചു. അതിനകത്തുള്ളൊരു പോയിന്റ് ആണ് എക്സ് എന്ന് പറയണമെങ്കിൽ ആ എക്സ് ഇവിടെ എവിടെയെങ്കിലും കാണണ്ടേ? ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിനകത്ത് ഉള്ളതുകൊണ്ടാണല്ലോ അത് ഓയിലോട്ട് വന്നത്. സോ എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു ഓപ്പൺ ബോളിൽ ഉണ്ടായിരിക്കും. യൂണിയനിൽ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്പൺ ബോളിൽ ഉണ്ടായിരിക്കും. ആ ഓപ്പൺ ബോളിന്റെ സെന്റർ എക്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഓപ്പൺ ബോളിന്റെ സെന്റർ ഏതെങ്കിലും ഒരു എ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഏതോ ഒരു ഓപ്പൺ ബോൾ ബി ഓഫ് എ ആറിനകത്ത് ആരുണ്ട്? നമ്മളുടെ എക്സ് ഉണ്ട്. ഈ എക്സ് ബി ഓഫ് എ ആറിനകത്ത് വരണമെങ്കിലേ നമ്മൾക്കറിയാം ബി ഓഫ് എ ആറിനകത്ത് വരുന്ന സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എ എക്സ് ലെസ് ദാൻ ആറ് വരുന്ന പോയിന്റ്സ് മാത്രമേ ഈ സെറ്റിനകത്ത് ഉള്ളൂ അല്ലെ? അപ്പൊ അതിനകത്തൊരു എക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഓഫ് എ എക്സ് ലെസ് ദാൻ ആറാണെന്നല്ലേ? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആർ മൈനസ് ഡി ഓഫ് എ എക്സ് കണ്ടുപിടിച്ചു. അത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ? ഈ സാധനത്തിന് ഇതുകൂടെ അപ്പുറത്ത് കൊണ്ടുവന്നു. ആർ മൈനസ് ഡി ഓഫ് എ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ നോക്കിയേ, ഇതിപ്പോ എ എന്ന് പറയുന്ന പോയിന്റ്, ആ എ എന്ന് പറയുന്ന പോയിന്റ് ചുറ്റി സർക്കിൾ ഉണ്ട്, അതിന്റെ റേഡിയസ് 6 ആണ്. ഇതിനകത്ത് എവിടെയോ ആണ് എക്സ് വരുമെന്ന് എനിക്കറിയാം അല്ലെ? അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഫുൾ ബോൾ എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഓപ്പൺ സെറ്റിനകത്താണ് കിടക്കുന്നത് എനിക്കറിയാം. നോക്കിയേ, ഈ വലിയ ഓപ്പൺ സെറ്റ് ഓയ്ക്കകത്താണ് ഈ ബോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എക്സിന് ചുറ്റും ഈ സർക്കിളിന് അകത്ത് കിടക്കുന്ന രീതിയിൽ പുതിയൊരു ഓപ്പൺ ബോൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ ഈ ഓപ്പൺ ബോൾ ഉറപ്പായിട്ടും ഓയ്ക്കകത്തുണ്ടെന്ന് പറയാൻ പറ്റും. എനിക്ക് എന്താ പറയേണ്ടത്? ഈ എക്സിനെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ ഓയ്ക്കകത്തുണ്ട്. എക്സിനെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ ബി എക്സ് എപ്സിലോൺ എക്സ് ഈ ഓയ്ക്കകത്തുണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ആ എപ്സിലോൺ എക്സ് ആരാണെന്ന് നോക്കണം. ഈ സർക്കിളിനകത്ത് തന്നെ എപ്സിലോൺ എക്സ് വരണമെങ്കിൽ ഈ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ എക്സ് ആണ്. നോക്കിയേ, അപ്പൊ ഈ പറയുന്ന സാധനം ആറിനേക്കാൾ കഴിഞ്ഞു പോകരുതെങ്കിൽ, ആറിനേക്കാൾ കഴിഞ്ഞു പോകരുതുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അവിടെ പോലെ ഇവിടെ നിന്ന് ഇവിടെ, ഇത് എ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ് ആണ് ഈ ഡിസ്റ്റൻസ്. ബാക്കി ഡിസ്റ്റൻസ് ആണ് നമ്മൾ എപ്സിലോൺ എക്സിനേക്കാൾ ഇതിനേക്കാൾ ചെറുതാണ് എപ്സിലോൺ എക്സ് അല്ലെ? അപ്പൊ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. 6ൽ നിന്ന് ഞാൻ ഡി ഓഫ് എ എക്സ് കുറച്ചു. 6ൽ നിന്ന് ഡി ഓഫ് എ എക്സ് കുറയ്ക്കുമ്പോഴാണ് എനിക്ക് ബാക്കി ഡിസ്റ്റൻസ് കിട്ടുന്നത്. നോക്കിയേ, ഞാനിപ്പോ ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ മൈനസ് ഡി ഓഫ് എ എക്സ് ആണ്. അതിനേക്കാൾ ചെറുതായിരിക്കണം ആര്? എപ്സിലോൺ എക്സ്. എന്നാൽ മാത്രമേ ഈ സർക്കിളിനകത്ത് കിടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ എടുത്തു 0 ലെസ് ദാൻ എപ്സിലോൺ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ മൈനസ് ഡി ഓഫ് എ എക്സ്. എനിക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ എടുക്കാൻ പറയാം. അത് എന്തിനാണ് എടുത്തത് ഞാൻ നിങ്ങൾക്ക് വരച്ചൊന്ന് കാണിക്കാൻ നോക്കിയതാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് സബ്സെറ്റ് ഓഫ് ഒ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരാളെ ഇതിന് സബ്സെറ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഇതിനകത്തുള്ള ഒരു എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റ് ഇതിലുണ്ടെന്ന് കാണിച്ചാൽ പോരെ? മതി അല്ലെ? അപ്പൊ നമ്മൾ ലെറ്റ് y ബിലോങ്സ് ടു ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ്, നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? y ബിലോങ്സ് ടു o ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ y ബിലോങ്സ് ടു ഈ ഒരു ബോൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ എക്സിനേക്കാൾ ചെറുതാണെന്നല്ലേ? എക്സിനെ സെന്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ഒരു എപ്സിലോൺ എക്സ് റേഡിയസ് ഉള്ള ഒരു ബോൾ എടുത്തിട്ട് അതിനകത്ത് y ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വൈയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ എക്സിനേക്കാൾ ചെറുതായിരിക്കും. സോ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എക്സ് ആണ് അല്ലെ? ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഡി ഓഫ് എ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എ എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് വൈ ആണ്. ഇത് ഏത് പ്രോപ്പർട്ടി? മെട്രിക്കിന്റെ പ്രോപ്പർട്ടി അല്ലെ? ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിന് പകരം എ കൊണ്ടുവരാൻ പോവുക. എ കൊണ്ടുവന്നാലേ എനിക്ക് ഓപ്പൺ സെറ്റിന്റെ കാര്യം പറയാൻ പറ്റും. അപ്പൊ ഡി ഓഫ് എ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എ എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് വൈ ആണ്. അത് ലെസ് ദാൻ
ഡി ഓഫ് എ എക്സ് പ്ലസ് ഇത് ലെസ് ദാൻ എപ്സിലോൺ എക്സ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. പ്ലസ് എപ്സിലോൺ എക്സ് ലെസ് ദാൻ ഡി ഓഫ് എ എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് എന്ന് പറയുന്നത് ആരേക്കാൾ ചെറുതാണ്? ആർ മൈനസ് ഡി ഓഫ് എ എക്സിനേക്കാൾ ചെറുതാണ്. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ഓഫ് എ എക്സും വെട്ടിപ്പോയിട്ട് ആര് വന്നു? ലെസ് ദാൻ ആർ എന്ന് വന്നു. അതായത് ഡി ഓഫ് എ വൈ ലെസ് ദാൻ ആർ ആണ്. നോക്കി, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇതെല്ലാം മാച്ചു കളഞ്ഞാല് നോക്കി, ഇതാണ് നമ്മളുടെ സെറ്റ് എന്ന് പറയുന്നത്. നോക്കി, ഇതുണ്ടോ, ഈ എക്ക് ചുറ്റുമുള്ള ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇവനായിരുന്നു. ഇതിനകത്തുള്ള വൈ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ വൈ എവിടെ ഉണ്ടെന്ന് കിട്ടി? ഈ പറയുന്ന ബോളിനകത്തുണ്ടെന്ന് കിട്ടി. അതാണ് എനിക്കിപ്പോ കിട്ടിയത്. ഡിസ്റ്റൻസ് ഓഫ് എയും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിനേക്കാൾ ചെറുതാണെങ്കിൽ വൈ ബിലോങ്സ് ടു ബി ഓഫ് എ ആർ ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം ബി ഓഫ് എ ആർ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഓയ്ക്കകത്തുണ്ട്. അപ്പൊ ബി ഓഫ് എ ആർ സബ്സെറ്റ് ഓഫ് എ ആണ്. ഇനി വൈ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് ആണെങ്കിൽ വൈ ബിലോങ്സ് ഇതായിരിക്കും. നിങ്ങൾ നോക്കിയേ, വൈ ഒരു കുഞ്ഞ് സെറ്റിനകത്തുണ്ട്. ആ സെറ്റിനകത്ത് മൊത്തം കവർ ചെയ്യുന്ന ആളാണ് ഈ ഒരു ബോൾ എന്ന് പറയുന്നത്, ബി ഓഫ് എ ആർ എന്ന് പറയുന്നത്, അല്ലെ? അത് എവിടെയുണ്ട്? ഓയ്ക്കകത്തുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ കുഞ്ഞു സെറ്റ് എവിടെ കാണും? ഓയ്ക്കകത്ത് കാണും. സോ ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് സബ്സെറ്റ് ഓഫ് ഓ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് പറ്റി? എ ഇംപ്ലൈസ് ബി എന്ന് തെളിയിച്ചു. കാരണം ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും ആ പറയുന്ന എക്സിന് ചുറ്റുമുള്ള ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ആ സെറ്റിനകത്താണെന്ന് കാണിക്കാൻ പറ്റി, അല്ലെ? സബ്സെറ്റ് ഓഫ് എ ആണെന്ന് കാണിക്കാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ ബി ഇംപ്ലൈസ് സി ആണ് കാണിക്കേണ്ടത്. അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് ഇക്വലന്റ് കണ്ടീഷൻ ആണ്. അപ്പൊ എ ഇംപ്ലൈസ് ബിയും ബി ഇംപ്ലൈസ് എയും ആ രീതിയിലാണ് ഈ പ്രൂഫ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, സോ എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് എ, അത് നമ്മൾ കാണിക്കുന്നു. അതേപോലെ തന്നെ സിയിലും കാണിക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് ബി ഇംപ്ലൈസ് എ കാണിക്കാൻ ഈ ഒരു സംഭവം അസ്യൂം ചെയ്യുന്നു. ഓ ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് കാണിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ സപ്പോസ് ബി ഹോൾസ്, അതായത് ഏതൊരു എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, അത് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയേ, ഏതൊരു എക്സ് എടുത്താലും ആ എക്സിന് ചുറ്റും ഒരു ഓപ്പൺ ബോൾ ഉണ്ട്. ആ ഓപ്പൺ ബോൾ ഓയ്ക്കകത്തുണ്ട്. അങ്ങനെ ഏത് എക്സ് എടുത്താലും ഉണ്ടെങ്കിൽ എക്സിന് ഓയിന് നമുക്ക് എന്ത് പറയാം? യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾ എന്ന് പറയാം. അതായത് ഈ ഒരു എക്സ് എടുത്തു, ആ എക്സിന് ചുറ്റും ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട്. ഈ ഒരു എക്സ് എടുത്തു, വേറെ വൈ എടുത്തു, വൈക്ക് ചുറ്റും ഓപ്പൺ സെറ്റ് ഉണ്ട്. ഇവിടെ അടുത്ത പോയിന്റ് എടുത്തു, ഓപ്പൺ സെറ്റ് ഉണ്ട്. ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അത് ഓയ്ക്കകത്തുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? കുറെ ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് മാറി. അങ്ങനെ യൂണിയൻ ആയിട്ട് മാറുമ്പോൾ നമുക്ക് എന്ത് പറയാം? അത് ഓപ്പൺ സെറ്റ് ആണെന്ന് പറയാം, അല്ലെ? അപ്പൊ ഏതൊരു ഓയ്ക്കകത്ത് ഏതൊരു എക്സ് എടുത്താലും ആ എക്സിന് ചുറ്റും ഒരു ഓപ്പൺ ബോൾ ഉണ്ട്. ആ ഓപ്പൺ ബോൾ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതൊരു യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആണെന്ന് പറയാം. സിമ്പിൾ ആയിട്ട് നമ്മൾ അത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സിയിലോട്ട് എത്തിക്കണം. ബി ഇംപ്ലൈസ് സി കാണിക്കണം. ബി എന്താണ്? ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞ സാധനം. നെക്സ്റ്റ് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഓ ഡി ഓഫ് എക്സ് എക്സ് മൈനസ് ഓ ഗ്രേറ്റർ ദാൻ ഓ എന്നാണ് കാണിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ നോക്കിയേ, ബി ഇംപ്ലൈസ് സി കാണിക്കാനായിട്ട് എക്സ് നോട്ട് ഈക്വൽ ടു ഓ എന്ന് എടുത്തു, പിന്നെ ബി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എടുത്തു. ബി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എക്സ് ബിലോങ്സ് ടു ഓ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പൺ ബോൾ കാണും. ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് സബ്സെറ്റ് ഓഫ് ഓ ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് ചെയ്യേണ്ടത് എക്സും എക്സ് മൈനസ് ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് എക്സ് മൈനസ് ഓ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കാണിക്കേണ്ടത്, അല്ലെ? അപ്പൊ ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ഒരു പോയിന്റ് എക്സ് എടുക്കണമല്ലോ. സോ ലെറ്റ് എക്സ് ഈസ് ആൻ ആർബിട്രറി എലമെന്റ് ഓഫ് ഓ. ഇനി നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? നമുക്ക് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു എക്സ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ഓപ്പൺ ബോൾ ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് സബ്സെറ്റ് ഓഫ് ഓ ആയിരിക്കും, അല്ലെ? എപ്സിലോൺ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി ഞാൻ നോക്കിയേ, വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് ഓ എടുത്തു. അതായത് എക്സ് മൈനസ് ഓയില് ഇതിപ്പം എക്സ് എന്ന് പറയുന്ന ഓ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ അതിന് പുറത്തുള്ള ഒരു വൈ എടുത്തു. വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് ഓ എന്ന് വെച്ചാൽ വൈ ബിലോങ്സ് ടു ഓ കോംപ്ലിമെന്റ് എന്നാണ് അർത്ഥം, അല്ലെ? വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് ഓ എടുത്തിട്ട് ഡി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഈ ഡി ഓഫ് എക്സ് വൈ ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? നോക്കിയേ, ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എക്സ് ആയിരുന്നെങ്കിലോ? ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആയിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന സാധനം എക്സിന് നിന്ന് എപ്സിലോൺ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിനേക്കാൾ ചെറുതാണ് വൈയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എങ്കിൽ അത് ഈ ബോളിനകത്തുണ്ടെന്നാണ്. ദാറ്റ് ഈസ് വൈ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് എന്നാണ്. ഈ ബി ഓഫ് എക്സ് എപ്സിലോൺ എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഓ ആണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? വൈ ബിലോങ്സ് ടു ഓ എന്ന് കിട്ടും. വൈ ഇതിനകത്തുണ്ട്, ഇത് ഇതിന്റെ സബ്സെറ്റ് ആണെങ്കിൽ വൈ ബിലോങ്സ് ടു ഓ എന്ന് കിട്ടി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് ഓ എന്നാണ്, അല്ലെ? വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് ഓ എന്നാണ് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വൈ ബിലോങ്സ് ടു ഓ എന്ന് കിട്ടിയാൽ വൈ നോട്ട് ബിലോങ്സ് ടു ഓ കോംപ്ലിമെന്റ് എന്നല്ലേ? ഓയിൽ ഓ കോംപ്ലിമെന്റ് ഉള്ളിൽ വരത്തില്ലല്ലോ. അപ്പൊ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകും. സോ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എക്സ് അല്ല. അപ്പൊ ഡി ഓഫ് എക്സ് വൈ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ആണ്. സോ നമുക്ക് എന്ത് പറയാം?
y ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ആണ്. ഇനി നമ്മൾ എടുത്തേക്കുന്ന y ഒരു ആർബിട്രറി പോയിന്റ് ആണ്. ഇവിടെ എവിടെ y വന്നാലും നമുക്ക് എന്ത് പറയാം, ആ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എക്സ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഡിസ്റ്റൻസ്, ഇപ്പൊ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എ എന്ന് പറയുന്ന ഒരു പോയിന്റും ഒരു സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എ ആണ് അല്ലെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് എക്സ് കോമ എക്സ് മൈനസ് ഒ എന്ന് പറയുന്നത് എന്ത് വരും, മിനിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് ഒ എന്ന് വരും. പക്ഷേ y ബിലോങ്സ് ടു എക്സ് മൈനസ് ഒ ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ആയിരിക്കും. ഏത് y എടുത്താലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ മിനിമം എടുത്താലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ആയിരിക്കത്തില്ലേ. അപ്പൊ അതൊരിക്കലും സീറോ വരത്തില്ല, ഒരു പോസിറ്റീവ് നമ്പറിനേക്കാൾ ചെറുതായിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഉറപ്പായിട്ടും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് സി ഇംപ്ലൈസ് ബി ആണ്. ഡി ഓഫ് എക്സ് എക്സ് മൈനസ് ഒ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ സീറോ ആണ് നമ്മൾ പറഞ്ഞു. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ. സോ ഡി ഓഫ് എക്സ് എക്സ് മൈനസ് ഒ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഈക്വൽ ടു ആൽഫ എക്സ് എന്ന് എടുത്തു. വേറെ ആൽഫ എക്സ് ഈസ് എ പോസിറ്റീവ് നമ്പർ. എനിക്ക് കാണിക്കേണ്ടത് എന്താണ്, ഏതൊരു എക്സ് എടുത്താലും ആ എക്സിന് ചുറ്റും ഒരു ഓപ്പൺ ബോൾ വരയ്ക്കാൻ പറ്റുമെന്നാണ്. അവിടുത്തെ റേഡിയസ് എപ്സിലോൺ എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടുത്തെ റേഡിയസ് ഞാൻ ആൽഫ എക്സ് ആയിട്ട് കാണിക്കുന്നു. അത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് റേഡിയസ് ഉള്ള നമ്പർ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. സോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബി ഓഫ് എക്സ് ആൽഫ എക്സ് സബ്സെറ്റ് ഓഫ് ഒ എന്നാണ്. നിങ്ങൾ നോക്കിയേ, ലെറ്റ് y ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ആൽഫ എക്സ്. നമ്മൾക്കറിയാം അല്ലെ, ഇതിൽ സബ്സെറ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക, അത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക. അപ്പൊ y ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ആൽഫ എക്സ് നമ്മൾ എടുത്തു. അതിന്റെ അർത്ഥം എന്താണ്, ഈ ബി ഓഫ് എക്സ് ആൽഫ എക്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൽഫ എക്സിനേക്കാൾ ചെറുതാണെന്നാണ്. ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ആൽഫ എക്സ്. എനിക്ക് കാണിക്കേണ്ടത് ഈ y ബിലോങ്സ് ടു o ആണെന്നാണ്. അപ്പൊ അതിന് പകരം ഞാൻ y നോട്ട് ബിലോങ്സ് ടു o എന്ന് എടുത്തു നോക്കി. y ബിലോങ്സ് ടു o എന്ന് കാണിക്കാൻ y നോട്ട് ബിലോങ്സ് ടു o എന്ന് എടുത്തു നോക്കി. y നോട്ട് ബിലോങ്സ് ടു o ആണെങ്കിൽ y ബിലോങ്സ് ടു എക്സ് മൈനസ് o ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് ഓഫ് എക്സ് കോമ എക്സ് മൈനസ് ഒ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ആൽഫ എക്സ് എന്ന് കിട്ടി. ആ സെന്റൻസ് ഞാൻ എങ്ങനെ എഴുതിയാ നോക്കിയേ. ഡിസ്റ്റൻസ് ഓഫ് എക്സ് എ എന്ന് പറയുന്നത് മിനിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എ ആണ് നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ അല്ലെ. അപ്പൊ ഞാൻ പറയുന്നു ഒരു പർട്ടിക്കുലർ y1 എക്കകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഡി ഓഫ് എക്സ് എ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡി ഓഫ് എക്സ് y1 ആകാം. ഓക്കെ, ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഏറ്റവും ചെറുതെങ്കിൽ, മിനിമം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് ഈക്വൽ ആകാം. അതല്ല ഇതിനേക്കാൾ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അതായത് ഏറ്റവും മിനിമം, ഇതിനകത്ത് വരുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണ് ഡി ഓഫ് എക്സ് എ. അപ്പൊ ഞാനൊരു ഡിസ്റ്റൻസ് എടുത്തു, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു. ഒന്നുകിൽ ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന് ഈക്വൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന് ഈക്വൽ അല്ലെ. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്, ഡി ഓഫ് എക്സ് കോമ എക്സ് മൈനസ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ. ഈ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ആൽഫ എക്സ് ആണ്. അപ്പൊ ഇത് ലെസ് ദാൻ ആൽഫ എക്സ് എന്ന് വന്നു. നമ്മളുടെ അസംഷൻ എന്തായിരുന്നു, ഡി ഓഫ് എക്സ് എക്സ് മൈനസ് ഒ ഈക്വൽ ടു ആൽഫ എക്സ് ആയിരുന്നു. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആണ്, അതൊരിക്കലും നടക്കത്തില്ല അല്ലെ. വൈ നോട്ട് ബിലോങ്സ് ടു ഒ നടക്കത്തില്ല, വിച്ച് ഇംപ്ലൈസ് y എന്തായിരിക്കും, ബിലോങ്സ് ടു o ആയിരിക്കും. അപ്പൊ നമ്മളുടെ പ്രൂഫ് കഴിഞ്ഞല്ലോ. y ബിലോങ്സ് ടു o എന്നല്ലായിരുന്നു കാണിക്കേണ്ടത്, ബി ഓഫ് എക്സ് ആൽഫ എക്സ് സബ്സെറ്റ് ഓഫ് o എന്ന് കിട്ടി. ദസ് ബി ഹോൾസ് എന്ന് പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കാം. ഓക്കെ.